ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് യാതൊരു തരത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലാതാണ് പല വീഡിയോസ് ചെയ്യുന്നത്. അവരിടുന്ന വീഡിയോസിൽ ലഹരി പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് വേണ്ടത് റീച്ചാണ്. റീച്ച് നന്നായി കിട്ടുന്ന ഒരാൾക്ക് നല്ല പെയ്ഡ് കൊളാപ്സ് കിട്ടും, കാശ് കിട്ടും, നല്ല രീതിക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു തോട്ട് മാത്രമാണ് അവരുടെ മനസ്സിൽ. ഞാൻ ആലോചിക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവർ രാത്രി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം അറിയുമായിരിക്കും. ഒരു പക്ഷെ അവർ തിരിച്ച് മറുപടി പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് വേണ്ടത് റീച്ചാണ്, എനിക്ക് വേണ്ടത് ക്യാഷാണ്, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമുള്ളൂ. ഞാൻ കാരണം ഒരാൾ ലഹരി യൂസ് ചെയ്ത് തുടങ്ങുക, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റായി മാറുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ക്രൈംസിനും ലഹരിയുടെ ഒരു ഇൻഫ്ലുവൻസ് വലിയ തോതിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്രൈംസ് ചെയ്യുന്ന തരത്തിലോട്ട് ലഹരി യൂസ് ചെയ്യുന്ന ഒരാളെ ഞാൻ വളർത്തിയെടുത്താലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ മതി, എനിക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നാണോ നിങ്ങൾ മനസാക്ഷിയോട് തിരിച്ചു പറയാം? നമ്മൾ നമ്മുടെ മനസാക്ഷി പറയുന്ന തെറ്റ് പോലും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരിൽ നിന്ന് മാറി ചിന്തിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കയ്യിലുള്ളത് ഒരു സൂപ്പർ പവറാണ്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണ്. നിങ്ങൾ നാളെ ലഹരി ആരും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോളോവേഴ്സിൽ ഒരു 10 പേരെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന നിർത്തും. 10 പേര് ലഹരി ഉപയോഗിക്കുന്ന നിർത്തി കഴിഞ്ഞാൽ അതിലൊരാൾ ക്രിമിനൽ ഒഫൻസ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ നാട് നന്നാക്കാനുള്ള ഒരു സൂപ്പർ പവർ കയ്യിൽ തന്നിട്ട് പോലും നിങ്ങളത് വീണ്ടും തെറ്റായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, ലഹരി യൂസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ അത്ഭുതമാണ്. നിങ്ങൾക്ക് നാട് രക്ഷിക്കാനുള്ള ഒരു സൂപ്പർ പവർ കയ്യിൽ തന്നിട്ട് പോലും നിങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും നല്ല വേദന തോന്നുന്നുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.